വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദാനിയേൽ 10-ാം അധ്യായത്തിൽ ദാനിയേലിന് ലഭിച്ച ഒരു മഹത്തായ ദർശനം വിവരിക്കുന്നു. 3 ആഴ്ചകളോളം ദാനിയേൽ ദുഃഖിച്ച് രുചികരമായ ഭക്ഷണം കഴിക്കാതെ മാംസവും വീഞ്ഞും ഒഴിവാക്കി എണ്ണ പുരട്ടാതെ ഉപവസിച്ചു. ടൈഗ്രീസ് നദീതീരത്ത് ദാനിയേൽ ഒരു മഹത്തായ മനുഷ്യനെ കണ്ടു. അവന്റെ വസ്ത്രം ചണവസ്ത്രം, അരയിൽ പൊന്നുപോലെയുള്ള കച്ച, മുഖം മിന്നൽ പോലെ, കണ്ണുകൾ ജ്വാല പോലെ, കൈകാലുകൾ വെങ്കലം പോലെ, ശബ്ദം ജനക്കൂട്ടത്തിന്റെ ശബ്ദം പോലെ. ദാനിയേൽ ഭയപ്പെട്ടു, ശക്തി നഷ്ടപ്പെട്ടു, നിലത്തു വീണു. ദൂതൻ അവനെ ഉണർത്തി, ദാനിയേലേ, നീ എന്റെ ഏറെ പ്രിയപ്പെട്ടവനെന്ന് പറഞ്ഞു. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം മുതൽ മറുപടി അയച്ചുവെങ്കിലും പേർഷ്യ രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം തടസ്സം സൃഷ്ടിച്ചു. പ്രധാന ദൂതനായ മിഖായേൽ സഹായിച്ചു. ദൂതൻ ഭാവിയിൽ ഇസ്രായേൽ ജനത്തെ ബാധിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ദാനിയേലിനെ അറിയിക്കാനാണ് വന്നത്. അവൻ പറഞ്ഞു, ദാനിയേലെ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ദാനിയേൽ 10-ാം അധ്യായം 12-ാം തിരുവചനം. ദാനിയേൽ 11-ാം അധ്യായം ചരിത്രപരമായ സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും ദൈവജനത്തിനെതിരായ പീഡനങ്ങളും ഒടുവിൽ ദൈവത്തിന്റെ പരമാധികാരവും വ്യക്തമാക്കുന്നതായി ദാനിയേലിന് വെളിപ്പെടുത്തുന്നു. പേർഷ്യയിൽ നിന്ന് 3 രാജാക്കന്മാർ ഉയരും. നാലാമൻ, അതായത് അഹശ്വേരോസ്, ധനവും ശക്തിയും കൊണ്ട് ഗ്രീസിനെതിരെ യുദ്ധം ചെയ്യും. ശക്തനായ ഒരു രാജാവ്, അതായത് അലക്സാണ്ടർ രാജാവ്, ഉയരും. അവന്റെ രാജ്യം 4ആയി വിഭജിക്കപ്പെടും. തുടർന്ന് വടക്കൻ രാജാവ്, അതായത് സിറിയ, തെക്കൻ രാജാവ് ഈജിപ്തും തമ്മിലുള്ള നിരന്തര യുദ്ധങ്ങൾ പ്രവചിക്കപ്പെടുന്നു. വടക്കൻ രാജാക്കന്മാരിൽ ഒരാൾ, അന്ത്യോക്യസ് എപ്പിഫാനസ്, ദൈവജനത്തിന്റെ എതിരെ പൊരുതി വിശുദ്ധാലയം അശുദ്ധമാക്കി വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം സ്ഥാപിച്ചു. അവസാനത്തിൽ വടക്കൻ രാജാവും തെക്കൻ രാജാവും തമ്മിലുള്ള യുദ്ധങ്ങൾ, ഭൂമിയിലെ വലിയ കലഹങ്ങൾ, ദൈവത്തിന്റെ ഇടപെടൽ എന്നിവയെക്കുറിച്ച് പ്രവചിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.